Good morning dear students. Welcome to today's online class. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റമാണ്. അതായത് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് സിസ്റ്റവും നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രോബ്ലം ചെയ്തു. അടുത്ത തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റമാണ്. ഈ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മോറാണ്ടം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ദ ബ്രാഞ്ച് ബിസിനസ്. ആ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അങ്ങനെ മെമ്മോറാണ്ടം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തുടങ്ങിയ എമൗണ്ടുകളിലെല്ലാം തന്നെ ലോഡ് ഉണ്ടായിരിക്കും. അതായത് പ്രോഫിറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അവിടെ റെക്കോർഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്ന സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക വിത്ത് ലോഡാണ്. വിത്ത് ലോഡ് എന്ന് പറഞ്ഞാൽ വിത്ത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എമൗണ്ട് കുറച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുമ്പോഴും അതിലെ ലോഡ് എമൗണ്ട് കുറച്ചിട്ടാണ് അതെന്ത് ചെയ്യുക? അതും ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്കായാലും ക്ലോസിംഗ് സ്റ്റോക്കായാലും ഗുഡ്സ് സെൻഡ് ആയാലും ഒക്കെ അതിൽ നിന്നെല്ലാം തന്നെ ലോഡ് ലെസ് ചെയ്ത്, പ്രോഫിറ്റ് ലെസ് ചെയ്ത് ഉള്ള എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ട്രേഡിംഗ് P&L അക്കൗണ്ട് വരയ്ക്കുന്നത് അതേപോലെ തന്നെ, യാതൊരു മാറ്റമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ദെൻ ഡയറക്റ്റ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. ദെൻ ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകംസും ഉള്ള എല്ലാം തന്നെ ആ P&L അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 204 ഇല്ലസ്ട്രേഷൻ 18 ആണ്. Ojiv Traders Delhi has a branch at Nagpur to which goods are invoiced at cost plus 25%. Following are the details of the branch for the year 2018. Stock 1/1/2018 11,000. Debtors 100. Petty cash ഒക്കെ ഓപ്പണിംഗ് ആണ് കേട്ടോ, 100. Goods sent to branch at invoice price 20,000. Cash sales 2,650. Credit sales 23,950. Cash received from debtors 21,000. Goods returned to head office at invoice price 300. Bad debts 550. Returns by customers 500. Checks sent to branch for rent 600. വേജസ് 200, സാലറി 900, അതിൻ്റെ ടോട്ടല് 1,700. സ്റ്റോക്ക് ഓൺ 31st December 2018 13,000. ഡെപ്റ്റേഴ്സ് ഓൺ 31st December 2018 2,000. പെറ്റി ക്യാഷ് ഓൺ 31st December 2018 75. പ്രിപ്പയർ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ 2018. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാം. ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡിലൊക്കെ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കണം. അത് കുറച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഏക അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 11,000 ആണ്.
അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു, കാരണം പ്രോഫിറ്റ് കണ്ടൻറ്റ് ലോഡ് കഴിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് എഴുതാൻ വേണ്ടി. അപ്പോൾ 11,000 എഴുതി. ഇനി അതിൻ്റെ ലോഡ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ്ഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25% എന്നാണ് പറഞ്ഞത്. കോസ്റ്റ് പ്ലസ് 25% എന്ന് പറയുമ്പോൾ 25/100 ആണ് വരിക അല്ലേ. അപ്പോൾ 1/4. 1/4 ഓൺ കോസ്റ്റ്, ദാറ്റ് ഈസ് 1/5 ഓൺ സെയിൽസ് പ്രൈസ്. 1/4 ഓൺ കോസ്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിലാണല്ലോ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. കോസ്റ്റ് പ്രൈസ് 1/4 ആണെങ്കിൽ 1/5 ആണ് എന്ത് പ്രൈസ്, ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 11,000ൻ്റെ മുകളിലുള്ള ലോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 11,000 ഇൻറ്റു 1/5. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ 11,000 എഴുതാം, ലെസ് 11,000 1/5 എന്ന് പറയുമ്പോൾ 2,200, 2,200. പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് കുറച്ച് ബാക്കിയുള്ള 8,800 നമുക്ക് എന്ത് ചെയ്യാം, ഔട്ടർ കോളത്തിലേക്ക് എഴുതാം, 8,800. അടുത്ത ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. അതും നമുക്ക് ലോഡുള്ള ഐറ്റമാണ്, എങ്കിലും അത് എഴുതി വയ്ക്കാം. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതിൽ 20,000 ആണുള്ളത്. 20,000ൽ നിന്ന് നമുക്ക് നെറ്റ് എമൗണ്ട് കിട്ടണം. നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺസ് ഉണ്ട്. ആ ബാഡ് ഡെപ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 300 ഉണ്ട്. അപ്പോൾ 20,000 മൈനസ് 300, മനസ്സിലായല്ലോ. അപ്പോൾ 19,700 വരും. അതിൻ്റെ 1/5. അപ്പോൾ നമുക്കത് 19,700 ആണ് നെറ്റ് എമൗണ്ട്. 19,700 ആണ് നെറ്റ് എമൗണ്ട്. ലെസ് 19,700ൻ്റെ 1/5. ആ 1/5 എന്ന് പറയുന്നത് എത്രയാണ്, 3,940. 3,940. അപ്പോൾ നെറ്റ് റിസൾട്ട് കിട്ടുന്നത് 15,760. 15,760 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് എമൗണ്ട് ആണ് 300 കണ്ടിട്ട് കിട്ടിയിട്ടുള്ളത്. 300 എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. ആ റിട്ടേൺസ് കുറച്ചിട്ടാണ് നമുക്ക് നെറ്റ് എമൗണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. നെറ്റ് എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കുറച്ചത്, ലോഡ് ഉള്ളത് അപ്ലൈ ചെയ്ത് കുറച്ചത്, ലോഡ് ലെസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് സെയിൽസിലേക്ക് പോവാം. ബൈ സെയിൽസ്. സെയിൽസ് ഇവിടെ 2 ഐറ്റമായിട്ട് തന്നിട്ടുള്ളത്. ഒന്ന് ക്രെഡിറ്റ് സെയിൽസും ഒന്ന് ക്യാഷ് സെയിൽസും ആണ്. അപ്പോൾ നമുക്കത് സെയിൽസിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാം. $23,950 പ്ലസ് ക്യാഷ് സെയിൽ കുറച്ചേ ഉള്ളൂ, 2,650, 2,650. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 26,600, 26,600. ഇത് ഇന്നർ കോളത്തിൽ എഴുതാനുള്ള കാരണം ഇതിൽ റിട്ടേൺസ് ഉണ്ട്. റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് 500 പറയുന്നുണ്ട്. അപ്പോൾ ലെസ് റിട്ടേൺസ് 500. അപ്പോൾ നെറ്റ് റിസൾട്ട് വരുന്നത് 26,100.
26,100 ആണ് നമ്മുടെ നെറ്റ് സെയിൽസ്, അതായത് റിട്ടേൺസ് കുറച്ചിട്ടുള്ള സെയിൽസ്. ഇനി പതിവ് പോലെ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റം അനുസരിച്ച് ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വേജസ് പോലെയുള്ള ഐറ്റംസ്, കാരേജ് ഇൻവേർട്സ് പോലുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ വേജസ് തന്നിട്ടുണ്ട്, ഒരൈറ്റം തന്നെ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെൻറ്റും സാലറിയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ വേജസ് എടുത്ത് എഴുതാം. വേജസ് 200 ആണ്. ദെൻ അടുത്ത ഐറ്റം നമുക്കിനി ക്ലോസിംഗ് സ്റ്റോക്കാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് എഴുതുക. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടുള്ള എമൗണ്ട് 13,000 ആണ്. അപ്പോൾ 13,000 ലെസ് 13,000ൻ്റെ 1/5. 1/5 എന്ന് പറയുമ്പോൾ അതിൽ 2,600. 2,600. അപ്പോൾ 10,400. 10,400. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം. 26 10 36 500. 36,500 വന്നു. അത് തന്നെ പുറത്തേക്ക് എഴുതി. 36,500 എഴുതി. ഇനി ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 8,800 200 9 15 24 760 ഇവിടെ ടോട്ടൽ വരിക. അപ്പോൾ നമുക്കിവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് 11,740. 11,740. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. അത് ഇവിടേക്ക് P&L അക്കൗണ്ടിലേക്ക് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ സെയിം എമൗണ്ട് തന്നെ എത്രയാണ് വരിക? 11,740. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. ആദ്യം തന്നെ നമുക്ക് നേരത്തെ വേജസ് വായിച്ചപ്പോൾ നമ്മൾ 2 ഐറ്റം പറഞ്ഞു, റെൻറ്റും സാലറിയും. അത് ആദ്യം തന്നെ എടുത്ത് എഴുതാം. ടു റെൻറ്റ് എത്രയാണ്? 600 600. ടു സാലറി എത്രയാണ്? 900. ഇനി നമുക്ക് 1 by 1 ആയിട്ട് മുകളിൽ നിന്ന് നോക്കി ഇങ്ങനെ വരാം. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട്. ബാഡ് ഡെപ്റ്റ് 550. ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതാണ്. 550 ബാഡ് ഡെപ്റ്റ്. റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ്. പിന്നെ പെറ്റി ക്യാഷ് ഉണ്ട്. പെറ്റി ക്യാഷിൽ 100 നമുക്ക് തന്നിട്ടുള്ള ഓപ്പണിങ്, അതിൽ 75 ബാലൻസ് ഉള്ളത്. അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം. പെറ്റി ക്യാഷ് 100 മൈനസ് 75. അതിൻ്റെ അർത്ഥം 25 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് 25. ഇത്ര തന്നെ എഴുതാനുള്ളൂ, വേറെ ഐറ്റംസ് ഒന്നും എഴുതാനില്ല. അപ്പോൾ 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ടോട്ടല് ഇത് തന്നെയായിരിക്കും കൂടുതൽ. 11,740 ഡബിൾ ലൈൻ ചെയ്യുക. അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. 11,740 എഴുതുക. ഇനി അത് ടോട്ടൽ ചെയ്യാം. ഒരു 600 500 550 550 എല്ലാം കൂടി കൂട്ടി കുറയ്ക്കുമ്പോൾ 9,665. 9,665. അവിടെ എന്ത് ചെയ്യുക? ടു നെറ്റ് പ്രോഫിറ്റ്. ഇത്രയാണ്
ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, ഏറ്റവും എളുപ്പമുള്ളൊരു സിസ്റ്റമാണ്. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ 3 ലോഡ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇതാ ഇവിടുത്തെ ഈ ലോഡ് കുറച്ചു, ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടുത്തെ ഈ ലോഡ് കുറച്ചു, അത് നെറ്റ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കണം, അത് രണ്ടും ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയും ശ്രദ്ധിക്കുക. ഇത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ട്രേഡിംഗ് P&L അക്കൗണ്ടിനോട് തുല്യമാണ്. Our next topic is wholesale branch system. Then sometimes head office also sells goods at a retail or listed price besides sending goods to branches at a wholesale price. അതായത് ബ്രാഞ്ചസിന് കൊടുക്കുന്നത് കൂടാതെ അവരെന്ത് ചെയ്യുന്നു, റീറ്റെയിൽസ് നടത്തുന്നു. The difference between the listed price and the wholesale price is the profit made by the branch. നമ്മുടെ ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ലിസ്റ്റിലെ വിലയും അതുപോലെ തന്നെ എന്താണ് ലിസ്റ്റഡ് പ്രൈസും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കോസ്റ്റ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ₹100 ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ബ്രാഞ്ച് അറ്റ് ദ ഹോൾസെയിൽ പ്രൈസ് ₹150 ആൻഡ് ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ ബോത്ത് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് അറ്റ് ₹180. 180 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഹോൾസെയിൽ പ്രൈസ് 150 രൂപയാണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, 30 രൂപ കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. വെൻ ദ ഗുഡ്സ് ആർ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് അറ്റ് ഹോൾസെയിൽ പ്രൈസ് ആൻഡ് ഇഫ് ഓൾ ദ ഗുഡ്സ് ആർ സോൾഡ് ദർ ഈസ് നോ പ്രോബ്ലം. അതായത് 180 രൂപയ്ക്ക് എന്താണ് ബ്രാഞ്ചിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ബ്രാഞ്ചിന് അത് 180 രൂപയ്ക്ക് തന്നെ വിൽക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആയാലും പ്രോഫിറ്റ് വരുന്ന 30 രൂപ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കാണേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ എവിടേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്, ഹെഡ് ഓഫീസിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ 100 യൂണിറ്റ് നമ്മൾ സപ്ലൈ ചെയ്തു, ആ 100 യൂണിറ്റ് വിറ്റ് പോവുകയാണെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സ്റ്റോക്ക് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ എന്തുണ്ടാവും, പ്രോഫിറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടാവും അല്ലേ. ബട്ട് ഇഫ് എ പാർട്ട് ഓഫ് ദ ഗുഡ്സ് റിമെയിൻ അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദ സ്റ്റോക്ക് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു കോസ്റ്റ് പ്രൈസ് by making a stock reserve for unrealized profit for the difference between wholesale price and cost price. അപ്പോൾ 100 യൂണിറ്റിൽ നമ്മളൊരു 10 യൂണിറ്റ് അവിടെ ബാക്കിയുണ്ടെങ്കിൽ ആ 10 യൂണിറ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസിലാണ്. അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഭാഗം ക്യാൻസൽ ചെയ്യാനുള്ള റെക്കോർഡിങ്സ് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 205, ഇല്ലസ്ട്രേഷൻ 19. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കുക. ഹെഡ് ഓഫീസ് സെൻഡ്സ് ഗുഡ്സ് ടു ഇറ്റ്സ് ബ്രാഞ്ച് അറ്റ് 20% ലെസ് ദാൻ ലിസ്റ്റഡ് പ്രൈസ്. ലിസ്റ്റഡ് പ്രൈസിൽ നിന്ന് 20% കുറഞ്ഞിട്ടാണ് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. ഗുഡ്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 100%. കസ്റ്റമേഴ്സിനെ ഗുഡ്സ് വിൽക്കുന്നത് 100% ഇരട്ടി വിലയ്ക്കാണ്. 100% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ പ്രോഫിറ്റ്സ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് ഓൺ ഹോൾസെയിൽ ബേസിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോൾസെയിൽ ബേസിസിലാണ് ബ്രാഞ്ചിലേക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ വിൽപ്പന നടത്തുന്നത്. ദെൻ പർച്ചേസസ് ഹെഡ് ഓഫീസിൽ 2 ലക്ഷം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 80,000, സെയിൽസ് ടു കസ്റ്റമേഴ്സ് 1,70,000, ബ്രാഞ്ചിലെ 80,000. അപ്പോൾ ഇതിലിവിടെ സെയിൽസ് പ്രൈസ് തന്നിട്ടില്ല, ലിസ്റ്റഡ് പ്രൈസ് തന്നിട്ടില്ല, ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് ബോർഡിൽ സോൾവ് ചെയ്യാം കേട്ടോ. ഇവിടെ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് ഉള്ളൊരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞിട്ട് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇവിടെ കോസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസോ അതല്ലെങ്കിൽ ലിസ്റ്റഡ് പ്രൈസോ ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ. ആകെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ
കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്, ഗുഡ്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് അറ്റ് എ കോസ്റ്റ് പ്ലസ് 100% എന്നാണ്. അപ്പോൾ 100 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റിന് ഇതാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇതാണെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഓർ ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 200 കാരണം 100 ഇരട്ടി എന്ന് പറഞ്ഞാൽ 100% ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിനിരട്ടി, ഓൾമോസ്റ്റ് ഡബിൾ എന്ന് പറയുമ്പോൾ 100 രൂപയാണ് ലിസ്റ്റഡ് പ്രൈസ്. ഈ ലിസ്റ്റഡ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിൽ നിന്ന് 20% കുറച്ചിട്ടാണ് നമ്മൾ ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 200-ൽ നിന്ന് 20% കുറയ്ക്കുമ്പോൾ 200 മൈനസ് 40, 200 മൈനസ് 40 160. ഇത് കുട്ടികൾ കാണണം, മനസ്സിലാക്കണം, വർക്കിംഗ് നോട്ടിൽ എഴുതി വെക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ പ്രൈസ് ഇഫ് ദ കോസ്റ്റ് ഈസ് റുപ്പീസ്, പ്രൈസ് അല്ല, ഇഫ് ദ കോസ്റ്റ് ഈസ് ₹100, then the listed price is double the cost, that is 200. 100 രൂപയാണ് കോസ്റ്റ് എങ്കിൽ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 100% പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. ഹോൾസെയിലായിരിക്കാം സെയിൽ ചെയ്യുന്നു. അങ്ങനെ സെയിൽ ചെയ്യുന്ന എമൗണ്ട് 100 രൂപയാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഈ പ്രൈസിന്, ഇതിനെയാണ് നമ്മൾ ലിസ്റ്റഡ് പ്രൈസ് എന്ന് കൂടി പറയുന്നത്. ഈ ലിസ്റ്റഡ് പ്രൈസിൻ്റെ 20% ഡിസ്കൗണ്ടിലാണ് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മുടെ ബ്രാഞ്ചിന് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 200-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 200-ൽ നിന്ന് 40 രൂപ കുറയ്ക്കുമ്പോൾ എത്രയാണ്, 160 രൂപയ്ക്കാണ് ബ്രാഞ്ചിലേക്ക് ഇത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്ന എമൗണ്ട് 160 രൂപയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആ സമയത്ത് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എല്ലാം തന്നെ വിറ്റുപോയാൽ നോ പ്രോബ്ലം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റോക്ക്, എല്ലാ സ്റ്റോക്കും നമ്മൾ വിറ്റുപോയി, അല്ലെങ്കിൽ എന്താണ്, സ്റ്റോക്ക് ഒന്നും തന്നെ ക്ലോസിങ്ങിലില്ല എങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരിക്കലും പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരിക്കലും തന്നെ എന്തിൻ്റെ കണ്ടൻറ്റ് വരാൻ പാടില്ല, പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, 2 ഓപ്പണിംഗ് സ്റ്റോക്കാണ് വേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം എന്താണ്, ടു പർച്ചേസസ്. ഞാനിവിടെ വരച്ച് വെച്ചിട്ടുള്ളത് 2 കോളംസ് ആണ്. ഒന്ന് ഹെഡ് ഓഫീസും ബ്രാഞ്ചും, അപ്പുറത്ത് അതുപോലെ തന്നെ ഹെഡ് ഓഫീസും ബ്രാഞ്ചും ആണ്. രണ്ടും കൂടി ഒറ്റ സ്ട്രക്ചറിൽ വരയ്ക്കുകയാണ്. ടു പർച്ചേസസ്, നമുക്ക് ഹെഡ് ഓഫീസ് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്, 2 lakhs. ഇവിടെ നമുക്കൊരു വരയിടാം, നിൽ എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, അത് പർച്ചേസ് പോലെ തന്നെയാണ് ബ്രാഞ്ചിലേക്ക് വരുന്നത്. നമുക്കതിനെ ഗുഡ്സ് സെൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതിവിടെ ഇല്ല. എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നത്, 80,000 ആണ്. അപ്പോൾ നമുക്കത് 80,000 എവിടെ എഴുതാം, ബ്രാഞ്ചിൽ എഴുതാം. ദെൻ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് സെയിൽസ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഗുഡ്സ് സെൻഡ് എന്നുള്ള പേരിൽ തന്നെ അത് എഴുതാം. 80,000 ഹെഡ് ഓഫീസിൽ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ശ്രദ്ധിക്കുക. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് 80,000 രൂപയുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു, അതിവിടെ റിസീവ് ചെയ്തു. ഇത്രയാണ്. അടുത്ത ഐറ്റം, നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ, സെയിൽസ് തന്നിട്ടുണ്ട്. ബ്രാഞ്ചിൻ്റെ സെയിൽസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ 1,70,000 ആണ് ആദ്യത്തെ കോളത്തിൽ. 1,70,000
70,000. ഇപ്പുറത്തെ കോളത്തിൽ 80,000. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് എഴുതാനുണ്ടെങ്കിൽ എഴുതണം. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല, എഴുതണ്ട. ഇവിടെ പക്ഷേ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും എഴുതണ്ട. ഇവിടെ പക്ഷേ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇത് എഴുതാതിരിക്കാൻ പറ്റില്ല. ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ തന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുഴുവൻ എമൗണ്ടും എന്താവില്ല, സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ തന്നതാണ്. 80,000 ആണ് ഗുഡ്സ് സെൻഡ് ഉള്ളത്, അല്ലേ? അത് പ്രൈസിൽ അല്ലെങ്കിൽ എന്താണ് നോർമൽ പ്രൈസിൽ ഇൻവോയ്സ് പ്രൈസിൽ വിൽക്കുമ്പോൾ 80,000 എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, പൂർണ്ണമായിട്ടും സെയിൽ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ഉള്ളത്. അപ്പോൾ ആദ്യം 2 ക്ലോസിംഗ് സ്റ്റോക്ക് കാണേണ്ടതുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും കാണേണ്ടതുണ്ട്? ബ്രാഞ്ചിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും കാണുക. ഹെഡ് ഓഫീസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാൻ നമുക്ക് ആദ്യം 2 ലക്ഷം രൂപയാണുള്ളത്. 2 ലക്ഷം രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഗുഡ്സ് സെൻഡ് 80,000 ആണ്. പക്ഷേ 80,000 എന്ന് പറയുന്നത് എന്താണ്, ഇൻവോയ്സ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ലിസ്റ്റഡ് പ്രൈസിൻ്റെ 20% ഡിസ്കൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വർക്കിംഗ് നോട്ട് ഞാനിവിടെ തൽക്കാലത്തേക്കുള്ള വർക്കിംഗ് നോട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് നോട്ട് ആദ്യം നമുക്ക് ഹെഡ് ഓഫീസ് സ്റ്റോക്ക് ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഹെഡ് ഓഫീസ് സ്റ്റോക്ക് എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ആദ്യം നമുക്ക് എഴുതുക എന്താണ് പർച്ചേസസിൻ്റെ എമൗണ്ട്. ഞാൻ ഈ കോളം യൂസ് ചെയ്യുന്നുണ്ട് 2 ലക്ഷം. ഇത് വർക്കിംഗ് നോട്ടിന് വേണ്ടി മാത്രമാണ് 2 lakhs. ഇനി അതിൽ നിന്ന് ലെസ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള 80,000 ആണ്. പക്ഷേ 80,000 എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ പ്രൈസിൻ്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസാണ്, ഇൻവോയ്സ് പ്രൈസാണ് 80,000 എന്ന് പറയുന്നത്. അതിൽ പ്രോഫിറ്റിൻ്റെ കണ്ടന്റ് ഉണ്ട്, അല്ലേ? കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതിനേക്കാൾ 20% ഡിസ്കൗണ്ടിലാണ് എവിടേക്ക് കൊടുക്കുന്നത്? ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത്. പുറത്തേക്ക് കൊടുക്കുന്നത് 200 രൂപയ്ക്കാണെങ്കിൽ ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത് എത്രയ്ക്കാണ്? 160 രൂപയ്ക്കാണ്, അല്ലേ? കോസ്റ്റ് എത്രയാണ്? ഞാനിവിടെ ഒന്നുകൂടി എഴുതുന്നുണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്, അല്ലേ? ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇനി ബുദ്ധിമുട്ട് വരണ്ട. ലിസ്റ്റ് പ്രൈസ് എത്രയാണ്? 200. കാരണം എന്താ? ഇതിൻ്റെ 100% 100% പ്ലസ് 100%, കോസ്റ്റ് പ്ലസ് 100% 200 രൂപ. ഇനി ബ്രാഞ്ചിലേക്ക് എങ്ങനെയാണ് വരുന്നത്? 200-ൽ നിന്ന് 20% കുറച്ച്. അപ്പോൾ എത്ര വരും? 160. അപ്പോൾ കോസ്റ്റ് 100, ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത് 160. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 80,000 ഇൻറ്റു 100/160 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോസ്റ്റ് കിട്ടും, അല്ലേ? കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ 50,000 രൂപയുടെ കോസ്റ്റിൻ്റെ ഈ 50,000 രൂപ കോസ്റ്റുള്ള സ്റ്റോക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ബാക്കി 1.5 കഴിഞ്ഞിട്ടില്ല. ട്രാൻസ്ഫറിങ് മാത്രമല്ല, നമുക്ക് എന്തുണ്ട്? ഡയറക്റ്റ് സെയിൽസ് ഉണ്ട്. ലെസ് നമ്മൾ സെയിൽ നടത്തിയത് എത്രയാണ്? 1,70,000 ആണ്. ഈ 1,70,000 എന്ന് പറയുന്നത് എത്ര പ്രൈസാണ്? കോസ്റ്റിൻ്റെ ഇരട്ടി വിലയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പകുതി എടുക്കാൻ പാടുള്ളൂ, അല്ലേ? 50% ആണ് ഇതിൽ നിന്നുള്ള കോസ്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ചെയ്താൽ മതി, 1/2 ചെയ്താൽ മതി. ഞാനത് എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 100/200 എന്ന് എഴുതുന്നു. അപ്പോൾ 1,70,000 പകുതി എന്ന് പറയുമ്പോൾ 85,000. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി 65,000 ഉണ്ട്. 65,000 ബാക്കിയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്തിട്ടുള്ള 2 ലക്ഷം രൂപയുടെ ഗുഡ്സാണ്. അതിൽ നിന്ന് 80,000 രൂപയുടെ ഗുഡ്സ്
80,000 രൂപ വിലയിട്ട 80,000 രൂപ വിലയിട്ട ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് പക്ഷേ ലിസ്റ്റ് പ്രൈസിൽ നിന്ന്, ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ലിസ്റ്റ് പ്രൈസ് 200 200-ന്റെ 20% ഡിസ്കൗണ്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതായത് 160 രൂപയ്ക്കായിരുന്നു, 160% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ 80,000-ൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ 80,000 ഇൻറ്റു 100/160 ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 80,000 രൂപയ്ക്ക് ഇൻവോയ്സ് ചെയ്തിട്ടുള്ള ബില്ലിൽ 50,000 രൂപ കോസ്റ്റിനുള്ള പ്രോഡക്റ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ലക്ഷത്തിൽ നിന്ന് 50,000 കുറച്ചു, ബാക്കി 1.5 ലക്ഷം രൂപയുടെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ദെൻ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് സെയിൽ നടത്തിയത്. 1,70,000 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്തത്. 1,70,000 റുപ്പീസിൻ്റെ സെയിൽസാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇരട്ടി വിലയ്ക്കാണ്. അതായത് 10 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കുന്നത് 20 രൂപയ്ക്കാണ്. അപ്പോൾ 1,70,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പകുതിയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, 100/200 എന്ന് എഴുതാൻ കാരണം 100 കോസ്റ്റ്, അതിൻ്റെ വില എന്ന് പറയുന്നത് ഡബിളാണ്, 100% കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 100/200 എഴുതിയത്. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കുക, പകുതി എമൗണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. പകുതിയാണ് അതിൻ്റെ പ്രോഫിറ്റ്. ആ പകുതി വിലയുള്ള, ഇപ്പോൾ പകുതി പ്രോഫിറ്റ് ആണെങ്കിൽ പകുതി കോസ്റ്റാണ്. അപ്പോൾ 85,000 രൂപ കോസ്റ്റിനുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ വിറ്റത്, സെയിൽ നടത്തിയത്. അപ്പോൾ അതുകൂടി കുറയ്ക്കുമ്പോൾ ബാലൻസ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണ്, 65 റുപ്പീസിൻ്റെ സ്റ്റോക്കാണ് നമ്മുടെ കൈവശം ഉള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഹെഡ് ഓഫീസ് നമുക്കിവിടെ എഴുതി വയ്ക്കാം 65,000. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ആർക്കുള്ളതാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ ഇത് കുട്ടികൾ എന്ത് ചെയ്യരുത്, ഇത് മായ്ക്കരുത്. നിങ്ങൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഞാനിവിടെ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് മാച്ച് കളയുന്നത്. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് നോട്ട് ബ്രാഞ്ചിൻ്റെയാണ്. ബ്രാഞ്ചിൻ്റെ വർക്കിംഗ് നോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്കറിയേണ്ടത് സ്റ്റോക്കാണ് അല്ലേ. ബ്രാഞ്ചിന് ആകെ കിട്ടിയിട്ടുള്ളത് 80,000 രൂപയുടെ ഗുഡ്സാണ്. 80,000. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 200. കോസ്റ്റ് എന്ന് പറയുന്നത് 160. ഇവിടെയും അത് തന്നെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലിസ്റ്റ് പ്രൈസ്. അവിടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഡിവൈഡ് ബൈ ലിസ്റ്റ് പ്രൈസ് അല്ലേ. ഇവിടെ നമുക്ക് കോസ്റ്റ് ഡിവൈഡ് ബൈ, നമുക്ക് കിട്ടിയിട്ടുള്ളത് ലിസ്റ്റ് പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. വിൽക്കുന്ന വില എന്ന് പറയുന്നത് ലിസ്റ്റ് പ്രൈസാണ് 200. 200-ൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ് കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, 160/200 ചെയ്താൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും, ദാറ്റ് ഈസ് 64,000. അപ്പോൾ 80,000 നമുക്ക് വന്നിട്ടുള്ള ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂ. അതിൽ നിന്ന് 64,000, 64,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 16,000 രൂപയാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. 16,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ എഴുതി വയ്ക്കാം 16,000. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരാം എന്താണെന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് ബൈ ലിസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കിയാലും മതി. കോസ്റ്റ് ബൈ ലിസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കിയാലും മതി. നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാച്ചിട്ട് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുട്ടികൾ ഈ വർക്കിംഗ് നോട്ട് കൃത്യമായിട്ട് നോക്കണം, മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, അതൊന്നുകൂടി റെഫർ ചെയ്യുക, ഒന്നുകൂടി ചോദിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടുത്ത സൈഡിലേക്ക് പോകാം. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, ബാലൻസ് ചെയ്യാം. 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. അപ്പോൾ അവിടെ തന്നെയാണ് കൂടുതൽ. 80 + 16 എന്ന് പറയുമ്പോൾ 96,000. ഇവിടെ 1,70,000 പ്ലസ് 3,15,000. 3,15,000 ഡബിൾ ലൈൻ ചെയ്യുക, അതന്നെ അപ്പുറത്തേക്ക് എഴുതുക. 3,15,000
96,000 ഡബിൾ ലൈൻ ചെയ്യാം. ഇനി ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ 1,15,000 വരും. 1,15,000 1,15,000 ഇവിടെ 16,000. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇതിനെ പ്രത്യേക ബ്രോഡ് ഡൗൺ ചെയ്ത് വയ്ക്കുക ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. എത്രയാണ്? 1,15,000 ദെൻ 16,000 ബ്രാഞ്ചിൽ. ഇതിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള പി ആൻഡ് എൽ അക്കൗണ്ട് പോർഷനാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് പോർഷനിൽ സാധാരണ ചെയ്യുന്ന പോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ മറ്റു കാര്യങ്ങളോ ഡെബിറ്റ് ചെയ്യലല്ല. അത് ഉണ്ടെങ്കിൽ ചെയ്യണം. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിയേ 65,000 ഉണ്ട്, 16,000 ഉണ്ട്. ഈ 65,000 എന്ന് പറഞ്ഞാൽ കോസ്റ്റാണ്. പക്ഷെ 16,000 ബ്രാഞ്ചിൽ 16,000 എന്ന് പറയുന്നത് നമ്മൾ നോക്കുക, ബ്രാഞ്ചിലത്തെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് 160 രൂപയ്ക്കാണ്. കോസ്റ്റ് 100 രൂപയാണ്. ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 200-ൽ നിന്ന് 40 രൂപ കുറച്ചിട്ട് 160 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 160 രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ 60 രൂപ പ്രോഫിറ്റാണ്. കാരണം കോസ്റ്റ് 100 രൂപയാണ് അല്ലേ? കോസ്റ്റ് 100 രൂപയും അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് 160 രൂപയ്ക്കും. കോസ്റ്റ് 100 രൂപ, അത് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് 160 രൂപ. അപ്പോൾ അവിടെ 60 രൂപ എന്താണ്? പ്രോഫിറ്റാണ്. ഈ 60 രൂപ പ്രോഫിറ്റ് അതിലുണ്ട്, 16,000-ലുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ്, നമ്മുടെ തന്നെ ഹെഡ് ഓഫീസും ബ്രാഞ്ചൊക്കെ ഒരു ഓണർഷിപ്പിലുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള സ്റ്റോക്ക് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ആദ്യമായിട്ട് ടു സ്റ്റോക്ക് റിസർവ്, നേരത്തെ മറ്റ് മെത്തേഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ടു സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിൽ എഴുതുക ലോഡ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. ലോഡ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണുക? നമ്മുടെ കയ്യിൽ 16,000 രൂപയാണ്. 16,000 രൂപ എന്നല്ല, 16,000 രൂപയുടെ സ്റ്റോക്കാണ്. 16,000 ഇൻറ്റു 60/160 അല്ലേ? 60 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് പ്രോഫിറ്റ് വരുന്നത് കേട്ടോ. അതിൻ്റെ ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് 160 അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണത്, നമ്മൾ കോളത്തിലാണത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 6,000 6,000 സ്റ്റോക്ക് റിസർവിൻ്റെ എമൗണ്ട്. വേറൊന്നും അവിടെ എഴുതാനില്ല. അത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വലായിട്ട് അണ്ടർലൈൻ ചെയ്യാം. 16,000 ഡബിൾ ലൈൻ ചെയ്യുക. ഇവിടെ 1,15,000 ഡബിൾ ലൈൻ ചെയ്യുക. അതന്നെ അപ്പുറത്തേക്ക് എഴുതുക 1,15,000 ദെൻ ഇവിടെ 16,000 ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,09,000-ഉം 16,000-ഉം. 1,09,000 16,000 ഇവിടെ എന്ത് ചെയ്യുക? ടു നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 1,09,000-ഉം 16,000-ഉം കേട്ടോ. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ട്രാൻസ്ഫർ പ്രൈസും പോലെയുള്ള അത്തരം ഐറ്റംസ് പറയുമ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്ഫർ പ്രൈസ് കോസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് ചെയ്തത് 100 രൂപ എന്നുള്ളത്. കോസ്റ്റ് 100 രൂപയാണെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എത്രയാ? 200. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? 200 മൈനസ് 20% എന്ന് പറയുമ്പോൾ 40 = 160. ഇതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സ്റ്റോക്ക് റിസർവ്, അതും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുമെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് റിസർവും ഒക്കെ കാണാൻ എന്ന് പറയുന്നത്
വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു ടഫ്നെസ് ഫീൽ ചെയ്യാം ക്ലോസിങ് സ്റ്റോക്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്, പക്ഷേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.